ഒരു ബെസ്റ്റ് ക്രിയേറ്റീവ് സ്ട്രാറ്റജി നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ എവിടെയൊക്കെയാണ് റിസർച്ച് ചെയ്യേണ്ടത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ബെസ്റ്റ് വർക്കിംഗ് ക്രിയേറ്റീവ് സ്ട്രാറ്റജി നമ്മളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെയാണ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് ബെറ്റർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ നല്ലപോലെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യേണ്ട മെയിൻ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. ദ ഫസ്റ്റ് സ്പേസ് ഇസ് യൂട്യൂബ്. ഒരുപാട് ഇൻഡസ്ട്രികളിൽ ആളുകൾ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്പേസ് ആണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അവിടുത്തെ ആൾക്കാരുടെ ഇൻട്രാക്ഷനിൽ നിന്നും നമുക്ക് അവരുടെ സ്പീക്കിംഗ് ലാംഗ്വേജ്, അവരോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ള നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് യൂട്യൂബ്. പ്രത്യേകിച്ച് സ്കിൻ കെയർ പോലുള്ള ഇൻഡസ്ട്രികളിൽ നമുക്ക് യൂട്യൂബിൽ നിന്നും ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. ദ സെക്കൻഡ് സ്പേസ് ഇസ് മാർക്കറ്റ് പ്ലേസസ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള സ്പേസുകളിൽ നമ്മുടേത് പോലുള്ള സിമിലർ ബ്രാൻഡുകളുടെ റിവ്യൂ സെക്ഷനിൽ നിന്നും നമ്മളുടെ ഓഡിയൻസിന് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, അവരുടെ പെയിൻ പോയിന്റ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ തേർഡ് വൺ ഈസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ കമൻറ്റ് സെക്ഷൻ വലിയൊരു ഇൻട്രാക്ഷൻ സ്പേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രാൻഡിൻ്റെ ക്രിയേറ്റീവ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന കമൻറ്റ് സെക്ഷൻസിൽ നിന്നും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ലഭിക്കും. ഇങ്ങനെ നമ്മുടെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ് എൻഗേജ് ചെയ്യുന്ന സ്പേസുകളിലാണ് ഒരു ബെസ്റ്റ് വർക്കിംഗ് ക്രിയേറ്റീവ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്. അടിപൊളി ക്രിയേറ്റീവ് ആഡ്സ് ക്രാഫ്റ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 ഗോൾഡ് മൈൻസ്, അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെയുള്ള വാല്യുബിൾ ആൻഡ് യൂസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ഹാരിസ് ആങ്കർ അക്കാഡമി.